നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചാണ് ഇമോഷൻ ചലഞ്ച് ഗൈസ്. അതായത് ഒരാള് കരയും, ഒരാള് ചിരിക്കും, ഒരാള് ഒരാള് പുച്ഛം. അതെ, അപ്പൊ നമ്മളിത് 4 പേരും 4 ഇമോഷൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. എടി ചോറ് വേണോന്ന് ഒന്ന് മൃദുല കരഞ്ഞോണ്ടെന്ന് പറ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മള് ഇന്നത്തെ 4 ഇമോഷൻസ് ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാൻ കഴിയും. അപ്പൊ ഓരോരുത്തർക്ക് എടുത്തു കൊച്ചു ഷഫിൾ ചെയ്ത് കുറ ഒന്ന് ചോർന്നാ മതി, ലാസ്റ്റ് ചോർന്നാ മതി. ഫസ്റ്റ് എടുത്തോ. അയ്യേ, ഏറ്റവും കൂടുതൽ ക്രിഞ്ചാവാൻ പോകുന്നവനാ. പുച്ഛം. ഓക്കെ. ഞാൻ എനിക്ക് ദേഷ്യം ഗൈസ്. ഞാൻ ഇന്ന് കുറച്ച് ടെററാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ചലഞ്ച് ഇതേ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ 3, 2, 1 ഗോ. അപ്പൊ നമ്മള് ക്യാരക്ടറിലായിരിക്കുന്നേ. വെള്ളം ചെയ്താ അമ്മ ചിരിച്ചോട്ടാ. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലോ. നീ ചോറിനാ? എനിക്ക് ചോറ് വേണ്ട. കണ്ടിട്ട് ചിരിച്ചിരിച്ച് വയ്യ. ഒരുപാട് ചിരിക്കണ്ട, കരയേ ഉള്ളതാ. ജോലിയെ കഴിയാൻ്റെ ഇല്ലെങ്കിൽ ഇന്ന് ചെയ്തു തരുമോ? മക്കളെ എവിടുന്ന് പൊക്കി എടുത്തോണ്ട് വന്നീന്. എനിക്ക് അബദ്ധം പറ്റിയത്. ഒന്നും വേണ്ട. ഇതെന്തിനു ഊത്തിന് മൂക്കിപ്പിടി കൊടുത്തേക്കുന്ന? ഇതാരും എവളെ പറ്റി എന്തിനാണ് അമ്മയ്ക്ക് അഭിപ്രായം? ഇങ്ങനെ അതൊക്കെ പലതും പറയും, നമുക്കറിയാലോ. ഇതൊക്കെ എന്തൊരു പുച്ഛോ, എനിക്ക് ഇങ്ങോട്ട് താ പുച്ഛോ. അടിച്ചോണ്ടല്ലേ എനിക്ക് കലിപ്പ. ഞാൻ എപ്പോഴും കേട്ടല്ലേ. കരടാ കരടാ കരടാ. എന്റെ ജീവിതം സൂപ്പർ വളയാണല്ലേ. കുടിച്ച് വെള്ളം എടുക്കണം, കുടിക്കണം, ദാഹിക്കുന്ന എനിക്ക്. ഡിസ്ട്രോയിഡ് ഇൻ 1 സെക്കൻഡ്. നിനക്ക് ഇതന്നെ വേണം. വെള്ളം എടുക്കണം, ദാഹിക്കുന്ന എനിക്ക്. ഇതന്നെ വേണം. രാവിലെ മഴ ഉണ്ടായിരുന്നില്ലേ? അയ്യോ, നീ മഴയെ പിടിച്ച് തിന്നു. ഇതെന്തൊരു മനുഷ്യൻ ഇങ്ങനെ ചൂടല്ല. ഇവ പെണ്ണായി. അല്ല, ഞാൻ അങ്ങനെ കരയാറില്ലല്ലോ. എനിക്ക് കരയുന്ന ഇമോഷൻ ഇല്ല. എന്തൊരു മുള്ളം പന്നിയാണ്. ചിരിച്ചിരിച്ചെനിക്ക് വയ്യ. എവളെ മോൻ കണ്ടിട്ട് ഒത്തും കൂടെ ചിരി അങ്ങ് വരും. വിറയ്ക്കുന്നു. എന്തൊരു വേണോ? ചോറ് വേണോ? സമാധാനം. ഇനി നമ്മളൊരു മൂവി സീൻ കൊടുത്ത് അഭിനയിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓരോരുത്തരും ആ ഒരു മൂവി സീൻ അവരവരുടെ ഇമോഷൻ വെച്ച് അഭിനയിക്കണം കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് എടുക്കുന്ന ഡയലോഗ് ഈപ്പച്ചൻ പള്ളിക്കുടുത്തി പോയിട്ടില്ല നേരെ തിരുമേനി. ആ ഡയലോഗാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ചിരിച്ചോട്ട് അമ്മ കേട്ടോ. ചിരിച്ചോട്ട് നേരെ തിരുമേനി മരം വെട്ടരായിരുന്നു എന്റെ അപ്പൻ. റേഞ്ചർ സാഹിബ് എന്റെ അമ്മയെ കയറി പിടിച്ചപ്പോ ഒറ്റ വെട്ടി 2 തുണ്ടാക്കി. രണ്ട് തുണ്ട. ഇത്ര സന്തോഷം.
ഓക്കെ ഗൈസ്, അപ്പൊ അമ്മ അടിപൊളിയായിട്ട് ചെയ്ത്. വെള്ള വെള്ള വെള്ള. അടുത്ത പൂച്ച പൂച്ച. കരച്ചില് 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 കരച്ചില്. നീയും പോയിട്ടില്ല. മരവെട്ടായിരുന്നു എന്റെ അപ്പൻ. എന്താ എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച് റേഞ്ച് സാഹിബിന് ഒറ്റയായിട്ടും 2 തുണ്ടാക്കിയിട്ട് ജയിലും കണ്ടുപോയി. അപ്പൊ എനിക്ക് 9 വയസ്സായിരുന്നു. ഏതാ അടിച്ച ബ്രാൻഡ് ഏതാ? കൊച്ചു കൈ കൊള്ളാം. കൈയടിച്ചില്ല. ഇനി അടുത്ത പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. വരുമ്പട്ടുകാരനായിരുന്നു എന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ. പള്ളിക്കൂടത്തിൽ അല്ല, ജയിലിൽ പോകുമ്പോ അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. മതിയാ. ഞാൻ ചിരിക്കുവായിരുന്നോ കരയുമായിരുന്നോ? മിക്സ് ആയിരുന്നു. നേരാ തിരുമേനി. അയ്യോ, കരിമൂർക്കനെയാണല്ലോ ചവിട്ടിയത്. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പറയണ്ട, കാണാറുണ്ട്. മരം വെട്ടുകാരനായിരുന്നു എന്റെ അമ്മ. മരത്തിന് ഇത്ര കട്ടിയാ? എടാ അപ്പനടാ, അമ്മയല്ല. അമ്മ മരം വെട്ടി. പറ ദേഷ്യം പറഞ്ഞു. മരം വെട്ടുകാരനായിരുന്നു എന്റെ തന്ത. എന്റെ അമ്മച്ചിയെ റേഞ്ചർ സാഹിബ് കയറി പിടിച്ചപ്പോഴേ നീ അവിടെ നോക്കിക്കൊണ്ടിരുന്നല്ലേ? നിന്റെ കയ്യിൽ നിനക്ക് ഇത്ര ദേഷ്യമുള്ള ഒരുത്തൻ നീ അവിടെ നോക്കിക്കൊണ്ടിരുന്ന. ഒറ്റ വെട്ടിന് 4-5 തുണ്ടാക്കിയിട്ട് ഞാനിന്ന് ജയിലിൽ പോയപ്പോഴേ എനിക്ക് 9 വയസ്സ്. ഇറച്ചി കിട്ടുകാരനായിരുന്ന നീ 4-5 തുണ്ടാക്കിയത്. കണ്ടോണ്ടിരുന്ന അവൻ കൊച്ചിലെ 9 വയസ്സ് അച്ഛൻ വെട്ടിയപ്പോ അവൻ ജയിലിൽ പോയി. ഞാനെന്ത് ജയിലിൽ പോയത്? എന്റെ അപ്പൻ ജയിലിൽ പോയപ്പോ എനിക്കൊന്ന് ഇവ ചിരിക്കുന്നത്. എടാ ഒന്നെങ്കിൽ ദേഷ്യപ്പെടണം, അല്ലെ ചിരിക്കണം കേട്ടല്ലേ. അന്ന് എനിക്ക് 9 വയസ്സാ. ആ തുടുപ്പ് കണ്ട വിറച്ചത്. അത് മോഹൻലാലിലൊക്കെ സാധാരണ കിട്ടത്തുള്ളു. ഓ, അത് കറക്റ്റ് ആയിട്ട് വന്ന് കൈകൾ കൊണ്ട് അഭിനയിക്കട ഇങ്ങനെ. എനിക്ക് അമ്മ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ. ഇനി നമുക്ക് സ്വിച്ച് ചെയ്യാം. കഴിച്ചപ്പോ ഇനി നമ്മള് ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാരക്ടർ അല്ല, നമ്മുടെ ഇമോഷൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ദേഷ്യം. എനിക്ക് കിട്ടിയത് പുച്ഛമാണ് കേട്ടോ. മൃദുലക്ക് ചിരി, ദേഷ്യം, കരച്ചില. നേരെ ഓപ്പോസിറ്റ് കിട്ടിയേട്ടാ. തുടങ്ങി ചലഞ്ച് തുടങ്ങി. ഒരമ്മായിമ്മ കരയുന്നുണ്ട് ആദ്യത്തെ പറയുമ്പോൾ. നമുക്കൊരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം. പുലി മുറുമ്പത് ഇടി ഇടിക്കിത് ഇടി ഇടിക്കിത്. ആ പാട്ട് തന്നെ, പുലി മുറുമ്പത്. അതിന്റെ പകുതി കൊണ്ട് പാടും. അത് വലിയ അറിയത്തില്ല. പട്ടിത്തുട്ടി കലകലക്ക പട്ടിക്കുട്ടിയാ കലകലക്ക പറന്ന് പറ വേട്ടക്കാര മാമറണി കൂട്ടുകാര. പാസ്. ബാക്കി പുലി മുറുമ്പത്. പുലി മുറുമ്പത്. ഈ പുലി പഴയ നിന്റെ പിന്നെ ഭാര്യയായിരുന്ന വേറെ പാട്ടാ. എന്തിന്? ഞാൻ അടിച്ച താങ്ക മാട്ട 4 മാസം തൂങ്ങ മാട്ട. വീട്ടിൽ പോയി ചേരാൻ. അത് തന്നെ. ഓപ്പി അടിച്ച അങ്ങനെ വീട്ടിൽ പോയി ചേരത്തില്ല. ഞാനടിച്ച തങ്കമ്മട്ട് 100 മാസം അതെ, ഇത് അവിടെ പുതിയ കക്കൂസ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് പൊക്കോ. ഞാനിപ്പോ ഒരു ട്രിക്ക് അടിച്ചു തരാം. വെള്ളം അമ്മ പറയാനാണ്. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്ന? നിന്നെ ആരെങ്കിലും പിടിച്ച് റേപ്പ് ചെയ്താ? ഏത് തള്ള വെള്ളം. ഇവിടെ ഒടുക്കത്തെ മഴ. മഴയാകുമ്പോ അങ്ങനെ. ക്യാരക്ടർ എന്തിനൊക്കെ ആയിരുന്നു ആള്? ഞാൻ പുച്ഛം.
എന്തൊരു മഴ ഇത് ഇറങ്ങി വന്നേക്കുന്ന ഇപ്പം മഴ. ഇതാണ് മഴ. പണ്ട് ഞാൻ ദുബായിൽ ഇരുന്നപ്പോ എന്തൊരു മഴയായിരുന്നു. വീട്ടിന് വെളിയിൽ മലങ്ങാന്നില്ല ഇറങ്ങിയത്. എന്തൊരു ഇങ്ങോട്ട് എടുക്കുന്ന നരേന്ദ്ര പ്രസാദ്. ഞാൻ കരയുന്ന കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരയണം, എനിക്കത് കണ്ട് രക്ഷിക്കണം. ഗായ്സ്, അപ്പൊ നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി വേണ്ട, കിട്ടാത്തത് ചിരി. ചിരി കിട്ടിട്ടില്ല. കൊച്ചു ചിരിച്ചേ. അപ്പൊ ഇനി അടുത്ത മൃദുല ദേഷ്യം കിട്ടിട്ടില്ല. പുച്ച. അപ്പൊ എനിക്ക് കരച്ചിലാണ് കിട്ടാതെ കേട്ടോ. എന്തോ പേനെ കൊല്ലുന്നായിരുന്നു. കുടിച്ചു കാണിച്ച് അളച്ചിരുന്ന് കുളിച്ചൂടെ വൃത്തിയായി. എന്റെ തല എന്റെ പേര് ഞാൻ കൊല്ലും. അത് ചോദിക്കാൻ നീ ആരാ? എങ്ങനെ ഇരിക്കണം? നീ തന്നെ കൊന്നോ? ഒറിജിനലായിട്ട് ദേഷ്യം ഇത് ഒറിജിനല്. അല്ല, നമ്മള് ചലഞ്ചിലാ. കുളിക്കത്തൂല്ല നാറുന്നവള്. അടുത്ത് വന്നാലേ നാട്ടുവാ. അടുത്ത് വരാൻ ഞാൻ വിളിച്ച. ഇല്ലല്ല, ദൂരെ മാറിപ്പോ. നീ കൂടുതൽ വെള്ളച്ചെടുക്കല്ലേ. ചലഞ്ചിന്ന് ഇറങ്ങിയ മുതുവാരി അടിച്ചാ പൊട്ടിക്കും കേട്ടോ. ചലഞ്ചിന്ന് ഇറങ്ങുമ്പോ ഞാന് പാവാന്നല്ലോ. ഇതിപ്പോ ചലഞ്ചിന് വേണ്ടി ദേഷ്യപ്പെടുന്നല്ലേ. ക്ഷമിക്ക്, ഇങ്ങോട്ട് സൈക്കിൾ കൊണ്ട്. വേറെ പണിയൊന്നുമില്ലേ? നീ എന്തിനാ കക്കൂസി പോണ റിയാസ് ഇടുന്ന അവിടെ ഇരുന്ന്? ചെറുതാ. ശരി, വല്യ ചേച്ചി. അതിന്റെ ബാക്കിൽ നിന്ന് കാണിക്കണേ. കൊണ്ടുപോയി കുറിച്ചിലോട്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ക്യാരക്ടറോടല്ലേ? എനിക്ക് ഭയപൂജി വേണ്ട. ഞാൻ വിളിച്ചു പറഞ്ഞ കടി വരച്ചിട്ടുണ്ട് അമ്മ അച്ഛൻ കൊണ്ടുതരും. എനിക്ക് വേണ്ട. മഴയൊക്കെ ഉണ്ടാ? കണ്ടൂടെ മഴ പെയ്യുന്നത്? പറഞ്ഞു തരണോ ഇനി? നീ എന്തിനാണ് നീ മെഴുകുന്ന വിളിക്കാത്തടുത്ത് നിന്റെ തൊല്ല ചോദിച്ചാ? സുഖങ്ങളൊക്കെ തന്നെ. ഇതൊരു കവറിലെ പല കുപ്പിയിലെ പല്ലില്ലേ? കുറവില്ലോ. അച്ഛൻ വിചാരിക്കും വട്ടായത്. പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലത്. പിന്നെ എനിക്ക് വാങ്ങിച്ചോണ്ടോ? ഞാൻ ആർക്കും തരത്തില്ല. ഓ, എന്നാ നീ കവറിനോടെ വീണിക്കോ. എനിക്ക് വേണ്ട. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാ. ഇപ്പൊ ഞറക്കിട്ടിട്ട് എടുക്കും. അങ്ങനെ സംസാരിക്കാൻ പറ്റും. കൊച്ചുവിനെ കിട്ടിയത് ചിരിയാണ്. ചിരിച്ചോണ്ട് എന്ത് പറഞ്ഞാലും കാര്യം പറയാൻ പറ്റും. മൃദുലേക്ക് ദേഷ്യമാണ്. അമ്മയ്ക്ക് പുച്ഛമാണ്. എന്ത് പറഞ്ഞാലും പുച്ഛോ. ഞാൻ അടുത്ത് റോട്ടി അറിഞ്ഞാല. നമുക്ക് അച്ഛന് ക്യാരക്ടർ കൊടുക്കുക. അച്ഛൻ അടുത്തത് ദേഷ്യപ്പെട്ടിട്ട് അല്ല ചിരിച്ചിട്ട് ഹാപ്പിയാണ് അച്ഛനെ കൊടുക്കുന്നത്. സന്തോഷം. അതിനെന്തിനാ ചിരിക്കുന്നത്? ഇത്രയും കോടിയായിരുന്നോ? ചൂടെ കൊണ്ടായിരുന്നു. ഞാൻ ചിരിക്കുമ്പോ കരയുന്ന ഒരു വ്യക്തി. ചൂടെ കൊണ്ടായിരുന്നു. ചൂടായിരുന്നു. ഓക്കെ, ഞാൻ ഇനി അച്ഛനൊരു സിനിമ ഡയലോഗ് പറയാം. അത് അച്ഛൻ ചിരിച്ചോണ്ട് ചെയ്യണം കേട്ടോ. ഡയലോഗ് ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം. തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ വീട്ടിലായിരിക്കും ഓരോ വീട്ടിലായിരിക്കും. കരഞ്ഞോണ്ട് വാ. തോന്നിക്കൽ പഞ്ചായത്തിലെ എല്ലാ വീടും ഞാൻ അരിച്ചു പറക്കി. ഇനി രാമനായരുടെ വീട് ദേഷ്യം. അയ്യോ, ഇതാ വിറ്റ്. വാ, ദേഷ്യം കാണിക്ക്. ദേഷ്യപ്പെട്. തോന്നിക്കൽ പഞ്ചായത്ത് ദേഷ്യം വരട്ടെ. തോന്നിക്കൽ വീട്ടിലെ പഞ്ചായത്തിൽ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇമോഷൻ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി അച്ഛനും വന്ന് നമ്മുടെ ജോയിൻ ചെയ്ത് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ചലഞ്ച് തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പൊ പിന്നീടുള്ള തോന്നക്കൽ പഞ്ചായത്തിലെ വീട്ടിലെ അരി ഞാൻ നുള്ളി